My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഈ പ്രോഗ്രാമിൻ്റെ 101ാമത്തെ എപ്പിസോഡിൽ അക്കോണിറ്റം എന്ന അധ്യായമാണ് പരിഗണിക്കുന്നത്. ആ അധ്യായത്തിൻ്റെ 9ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. We also have inflammatory troubles of all the viscera of the abdomen. It may be a violent catarrhal inflammation. It may be a catarrhal condition of the lower portion of the colon or a catarrhal condition of the rectum when you have a dysentery. Dysentery ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വയലന്റ് കാറ്ററൽ ഇൻഫ്ലമേഷൻ ലോവർ കോളൻ്റെ ലോവർ പോർഷനിൽ അല്ലെങ്കിൽ റക്റ്റത്തിൻ്റെ ഭാഗത്ത് അവിടെയുള്ള കാറ്ററൽ കണ്ടീഷനാണ് ഒരു ഡിസെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. In dysentery, that which is found in the commodes is almost pure blood and a little slime. അപ്പോൾ ഈ ഡിസെൻട്രി ഉണ്ടായി കഴിയുമ്പോൾ കൊമോഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ബ്ലഡായിരിക്കും, മിക്കവാറും രക്തമായിരിക്കും, കുറച്ച് സ്ലൈമും ഉണ്ടാകാം. It seems impossible for him to leave the commode. അത് ആ കോൺസ്റ്റന്റ് അർജിങ് ടു സ്റ്റൂൾ, കൊമോഡിൽ നിന്ന് എഴുന്നേറ്റ് മാറാനൊക്കെ പറ്റില്ല എന്ന് തോന്നിപ്പോവും. എഴുന്നേറ്റാൽ വീണ്ടും പോകണമെന്നൊരവസ്ഥ. വോമിറ്റിംഗ് എ ലിറ്റിൽ ബ്ലഡ് ആൻഡ് പാസിങ് ബ്ലഡി മ്യൂക്കസ് ഫ്രം ദ റക്റ്റം. കുറച്ച് ഛർദ്ദിക്കൽ ബ്ലഡ്, പിന്നെ രക്തത്തിൽ നിന്നാണ് കൂടുതൽ ബ്ലഡി മ്യൂക്കസ് പോകുന്നത്. ഓൾവേസ് ദേ വിൽ പ്രഡിക്റ്റ് ദേ വിൽ ഡൈ ടു നൈറ്റ് ഓർ ഇൻ എ ഫ്യൂ അവേഴ്സ്. അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ കണ്ടാണ് സ്വന്തം മരണം പ്രഡിക്റ്റ് ചെയ്യുന്ന, മരണത്തിന് മണിക്കൂർ പ്രവചിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അക്കൗണ്ടേഷൻ. ഇവിടെ അത് തന്നെ. ദേ ലുക്ക് ആസ് ഇഫ് ദേ റിയലൈസ് ദ സെൻസേഷൻ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ആ ഒരു അനുഭവം അവർക്കുണ്ടായി എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് രൂക്ഷമാണ്. ദ ഹോൾ ബോഡി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആംഗ്വിഷ്, ബട്ട് ദ ടെനസ്മസ് ആൻഡ് ക്രാംപ്, ദ അർജിങ് ടു സ്റ്റൂൾ ആർ സിംപ്ലി ടെറബിൾ. അപ്പോൾ ശരീരം മുഴുവൻ വല്ലാത്തൊരു ആംഗ്വിഷ്, ഭയങ്കരമായിട്ടൊരു ആശങ്കയും ഉത്കണ്ഠയും നിറഞ്ഞൊരവസ്ഥ. ശരീരത്തിന് മുഴുവൻ ഒരു ഉത്കണ്ഠ ഫീൽ ചെയ്യുന്ന അവസ്ഥ. ടെനസ്മസ് ആൻഡ് ക്രാമ്പ്, വയറിലൊന്നും ഇല്ലെങ്കിലും വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള ചിന്ത, വലിച്ചു കോച്ചലുകൾ. ദ അർജിങ് സ്റ്റൂൾ ആർ സിംപ്ലി ടെറബിളായിട്ടുള്ള, പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയാനില്ല. വയറ്റിൽ നിന്നും പോകാനില്ലെങ്കിലും വീണ്ടും പോകണം, ആ ഒരവസ്ഥ. ക്രാംസ്, അത് ടെറബിൾ കണ്ടീഷനാണ്. It has a watery diarrhea, but that is not a very important symptom, although it is doubtfully marked in herring. അപ്പോൾ വാട്ടറി ഡയറിയ എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. ഹെറിങ്ങും അതിനെക്കുറിച്ച് ഒരു ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വാട്ടറി ഡയറിയ ഇല്ല, ബ്ലഡിയാണ്, ബ്ലഡി വിത്ത് ലിറ്റിൽ മ്യൂക്കസ്. ബട്ട് വെൻ പ്യുവർ ബ്ലഡ് ഈസ് പാസ്ഡ് ആൻഡ് മ്യൂക്കസ് വിത്ത് ടെനസ്മസ് ഓർ വെൻ എ ലിറ്റിൽ ഗ്രീൻ മ്യൂക്കസ് ഈസ് പാസ്ഡ് ബൈ ഇൻഫൻസ് വിത്ത് സമ്മർ ട്രബിൾസ്, pure blood or grass green discharge with fever coming on suddenly in bright rosy little ones, things of occurrence. എന്നാൽ നേരത്തെ പറഞ്ഞ മാതിരി വേറെ കാലിയായിട്ടും വീണ്ടും പോകണമെന്നുള്ള ചിന്തയും, അങ്ങനെ കൊമോഡിൽ പോയിരിക്കുമ്പോൾ പ്യുവർ ബ്ലഡ് പാസ് ചെയ്യുന്നു, കൂട്ടത്തിൽ മ്യൂക്കസും. ചിലപ്പോൾ ഗ്രീൻ മ്യൂക്കസ് ആകാം. ഇങ്ങനെ ശിശുക്കളുടെ സമ്മർ ട്രബിൾസിൽ ഗ്രീൻ മ്യൂക്കസും ആകാം. അതെങ്ങനെയുള്ള കുട്ടികൾ? അക്കൗണ്ടിന് നാച്ചുറൽ പറയുന്ന പോലെ നല്ല റോസി, നല്ല തടിച്ചു കൊഴുത്ത ഉണ്ട കുട്ടികളെന്ന് പറയില്ലേ, ആ കുട്ടികളിൽ. അങ്ങനെയുള്ള അവസ്ഥകളിൽ അക്കൗണ്ടിനെ കുറിച്ച് ചിന്തിക്കാം. മോസ്റ്റ് ഓഫ് ദ ബവൽ ട്രബിൾസ് കം ഓൺ ഫ്രം ഇൻറ്റൻസ് ഹീറ്റ് ഇൻ ദ ചിൽഡ്രൻ. കുട്ടികളുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ കടുത്ത ചൂടിൽ നിന്നുണ്ടാകുന്നതാണ്. ദ ഇൻഫൻറ്റ് ടേക്സ് ഓൺ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഫ്രം ദ ഹീറ്റ് and the stool becomes white like milk, putty consistency. അപ്പോൾ ചൂട് കൊണ്ട് കുട്ടികളിൽ, ശിശുക്കളിൽ കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് സ്റ്റൂൾസിൽ ഈ ബൈൽ കണ്ടന്റ് ഇല്ലാതെ വെളുത്ത സ്റ്റൂൾസ്, എങ്ങനെ പുട്ടി കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ മാവ് കുഴച്ച പോലെ ഇരിക്കുന്ന അവസ്ഥ, വൈറ്റ് ലൈക്ക് മിൽക്ക്, പാല് മാതിരി. ഈ ഒരവസ്ഥയിലുള്ള സ്റ്റൂൾസ് ഈ സമ്മർ കംപ്ലൈൻസ് കൊണ്ട് കുട്ടികൾക്കുണ്ടാവുക. ദ ചൈൽഡ് ബിക്കംസ് യെല്ലോ ആൻഡ് സ്ക്രീംസ് വിത്ത് പെയിൻ. കുട്ടിക്ക് ആകെ മഞ്ഞ നിറമാകുന്നു, ഒരു
ലിവർ ഇൻവോൾവ് ആയി എന്നുള്ളതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ യൂറിനറി ട്രബിൾസ്, ബ്ലാഡർ ആൻഡ് കിഡ്നി ട്രബിൾസ്. യൂറിനറി ട്രബിൾസിലും ബ്ലാഡറിൻ്റെയും കിഡ്നി ട്രബിൾസിലും വരും. എങ്ങനെയാണ്? ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആൻഡ് വിത്ത് ബ്ലഡി യൂറിൻ, മൂത്രത്തിൽ രക്തം ഉണ്ടാകുക ഒരവസ്ഥ, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. സ്കാൻഡി യൂറിൻ, സപ്രസ്ഡ് യൂറിൻ ഓർ റിട്ടൈൻഡ് യൂറിൻ. അപ്പോൾ ഒന്നുകിൽ രക്തം കലർന്ന മൂത്രം, അല്ലെങ്കിൽ വളരെ കുറച്ച് മൂത്രം, യൂറിനേഷൻ സപ്രസ്ഡ് ആകുന്നു, മൂത്രം പോകാത്ത അവസ്ഥ വരുന്നു. ഇനി പ്രധാനപ്പെട്ട ഇതാണ് റിട്ടൻഷൻ ഫ്രം ഷോക്ക്. ഷോക്കിൻ്റെ അവസ്ഥ കൊണ്ടുള്ള മൂത്രം പോകാതെയാവുന്നൊരവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷോക്ക് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അക്കൗണ്ടിലുണ്ട്. വിശേഷിച്ചും കുട്ടികളുടെയും സ്ത്രീകളുടെയും കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഷോക്ക് കൊണ്ട് മൂത്രം പോകാത്ത അവസ്ഥ. ദിസ് റിട്ടൻഷൻ ഫ്രം ഷോക്ക് മേക്സ് ഇറ്റ് വൺ ഓഫ് അവർ ബെസ്റ്റ് റെമഡീസ് ഫോർ റിട്ടൻഷൻ ഇൻ ദ ന്യൂ ബോൺ. ഈ ഒരു അവസ്ഥ നവജാത ശിശുക്കളിൽ മൂത്രം പോകാത്ത അവസ്ഥയിൽ അക്കൗണ്ടിത്തിന് വളരെ ഉപകരിക്കുന്നതായിട്ട് മാറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ് എന്ന് പറയുന്നത്. പല റെമഡീസും ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ദ ഇൻഫൻറ്റ് ജസ്റ്റ് ബോൺ ഇൻ ദ വേൾഡ് ഹാസ് അണ്ടർഗോൺ എ ഷോക്ക്. ജനിക്കുന്നൊരു കുട്ടി പെട്ടെന്നൊരു ഷോക്കിന് വിധേയനാകുന്നുണ്ട്. നിങ്ങൾ ബർത്ത് ഷോക്ക് എന്ന രീതിയിൽ നിങ്ങൾ ഗൈനക്കോളജിയിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ജനിക്കുമ്പോൾ തന്നെ ഷോക്കിലേക്ക് വരുന്നത്. ഞാൻ ഈ വിഷയം ശ്രദ്ധിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു ഒരു വാർത്ത വന്നു. റഷ്യയിലൊരു ഗൈനക്കോളജിസ്റ്റ് വെള്ളത്തിൽ പ്രസവിക്കുന്ന ഒരു രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു വാട്ടർ ടാങ്കിൽ ഗർഭിണിയായ സ്ത്രീ ഇറങ്ങി നിന്ന് പ്രസവിക്കുന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റും നേഴ്സും സ്ത്രീയുടെ ഭർത്താവും ഒക്കെ കൂടെ ഇറങ്ങി നിൽക്കാം. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റർ ആയിരിക്കും. അതായത് ഈ ഗർഭാധാനത്തിനുള്ളിലെ ടെമ്പറേച്ചർ ഉള്ളൂ 37 ഡിഗ്രി സെൽഷ്യസ്. അതിനോട് യോജിക്കുന്ന, അത്രയും കൂടുതൽ ചൂടല്ല, പ്രത്യേകിച്ച് റഷ്യ എന്ന് പറയുമ്പോഴേക്കും തണുത്ത രാജ്യമാണ്. അപ്പോൾ തണുപ്പ് ഒഴിവാക്കുന്ന തരത്തിലുള്ളൊരു ടെമ്പറേച്ചർ കൺട്രോൾഡ് വാട്ടറിലേക്ക്. അപ്പോൾ സംഭവിക്കുന്നതാണ് ഈ ബർത്ത് ഷോക്ക്. പല കാരണങ്ങളും ഉണ്ടാകാം. ഒരു കാരണം ഈ ടെമ്പറേച്ചർ ഡിഫറൻസാണ്. പ്രത്യേകിച്ചും തണുത്ത അവസ്ഥകളിൽ അല്ലെങ്കിൽ വല്ലാതെ ചൂടുള്ള അവസ്ഥയിൽ കുട്ടി ജനിക്കുന്നു. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ്, പിന്നെ നിങ്ങൾക്കറിയാവുന്ന മാതിരി ഒരു സെക്യൂർഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുട്ടി ജനിക്കുമ്പോൾ ഒരു അൺസെക്യൂർഡ് കണ്ടീഷനിലേക്ക് ജനിക്കുന്നു. കുട്ടിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നൊരവസ്ഥയിൽ നിന്നും പ്രാണവായുവും ജീവജലവും ഭക്ഷണവും എല്ലാം സ്വയം നേടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അതുകൊണ്ടുണ്ടാകുന്നൊരു ഷോക്ക്, ഈ ബർത്ത് ഷോക്ക്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് മറികടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളുണ്ട് ഈ വെള്ളത്തിൽ പ്രസവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഇന്നിപ്പോൾ കേരളത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. പല ആശുപത്രികളിലൊക്കെ അങ്ങനെ ജലത്തിൽ പ്രസവിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതായിട്ട് വാർത്തകൾ കാണാം. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ആ ഷോക്ക് കൊണ്ട് ഇൻഫൻസിൽ യൂറിൻ റിട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്കോണിറ്റ് അതിന് നല്ലൊരു ഔഷധമാണ്. അറ്റ് യുവർ നെക്സ്റ്റ് വിസിറ്റ് ദ നഴ്സ് സേസ് ദ ചൈൽഡ് ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ. The functions of the little one are not yet established because of the great shock the little one has gone through. അപ്പോൾ ഈ ഒരു ബർത്ത് ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയുടെ പല വൈറ്റൽ ഫങ്ഷൻസ്, തനിയെ ചെയ്യേണ്ട പല കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാതെ കുട്ടി ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടുന്ന ആ ഒരു ആദ്യത്തെ മണിക്കൂറുകളിൽ വേണ്ടത്ര ഡെവലപ്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്കായി പോകാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലാഡർ വിത്ത് കട്ടിങ് ടിയറിങ് പെയിൻസ്. ബ്ലാഡറിലുണ്ടാകാം കട്ടിങ് ടിയറിങ് പെയിൻസ്. ബേണിംഗ് പെയിൻസ് വിത്ത് ബേണിംഗ് യൂറിൻ. പൊള്ളുന്ന മാതിരി മൂത്രം പോകുന്നു, ബേണിംഗ് പെയിൻസ് ഉണ്ടാകുന്നു. യൂറിൻ ഈസ് ഹോട്ട്, ഡാർക്ക് കളേർഡ് റെഡ്. ചുവന്ന നിറത്തിൽ ഡാർക്കായിട്ടുള്ള യൂറിൻ. റെഡ് ആൻഡ് ക്ലിയർ ഓർ ബ്ലഡി. അപ്പോൾ ആ ഒരു വേരിയേഷൻ എന്തും ആകാം. ബ്ലഡി ആകാം, റെഡാകാം, റെഡും ബ്രൈറ്റും ആകാം, റെഡും ഡാർക്കും ആകാം. ആ വേരിയേഷൻ ഒന്നും വരാം. റിട്ടൻഷൻ ഫ്രം കോൾഡ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ വിത്ത് ക്രൈയിങ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്. കുട്ടികളിൽ തണുപ്പടിച്ചിട്ട് അക്കൗണ്ടിൽ സാധാരണ സ്വഭാവം തന്നെ റിട്ടൻഷൻ വരാം. വേദന കൊണ്ട് കുട്ടികൾ കരയും. വിത്ത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് ദ ബ്ലാഡർ ഈതർ ഇൻ അഡൾട്ട്സ് ഓർ ഇൻ ഇൻഫൻസ് ദർ വിൽ ബി ഓൾ ദ മെൻ്റൽ സ്റ്റേറ്റ്സ് റെപ്രസെൻറ്റ് ദ അക്കൗണ്ട് പേഷ്യൻറ്റ്. അപ്പോൾ ബ്ലാഡറിൻ്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ അത് മുതിർന്നവരിലായാലും കുട്ടികളിലായാലും അക്കൗണ്ടിൻ്റെ എല്ലാ മാനസികാവസ്ഥകളും, ഭയം, വല്ലാത്ത ആശങ്ക, ടെൻഷൻ, മരണം പ്രവചിക്കുന്ന അവസ്ഥ, അതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ
ഈ റിട്ടൻഷൻ ഓഫ് യൂറിന് ഒരുപാട് ഔഷധങ്ങളുണ്ട്. പക്ഷേ അതിനൊരു അക്കൗണ്ടൻറ്റ് പേഷ്യൻ്റ് ആക്കുന്നത് അതിൻ്റെ മെൻ്റൽ കണ്ടീഷൻസ്, ജനറൽ കണ്ടീഷൻസ്, ആ പ്ലത്തോറിക് ബേബി എന്നൊക്കെ പറയുന്ന പോലെ ആ കണ്ടീഷൻസും യോജിച്ച് വരുമ്പോഴാണ്. അക്കൗണ്ടൻറ്റ് ക്യൂവേഴ്സ് മോസ്റ്റ് വയലൻറ്റ് കേസ് ഓഫ് ഓർക്കൈറ്റീസ് വിച്ച് കംസ് ഓൺ സഡൻലി. പെട്ടെന്ന് വരുന്ന വൃഷണവീക്കം ഓർക്കൈറ്റീസിന്, അതിൻ്റെ വയലൻറ്റ് കേസിന് അക്കൗണ്ടൻറ്റ് ഹീൽ ചെയ്യും. ഓർക്കൈറ്റീസ് ഫ്രം ബീയിങ് ചിൽഡ് ഇൻ പ്ലത്തോറിക് മെൻ. അല്ല, തടിച്ചു കൊഴുത്ത പുരുഷന്മാരിൽ തണുപ്പടിക്കുന്നതുകൊണ്ട് ചിൽഡായി തണുത്ത് വല്ലാതെ വിറങ്ങലിച്ച് പോകുന്നുണ്ടാകുന്ന വൃഷണവീക്കം. ഇനി അത് വേറൊരു തരം വൃഷണവീക്കമായിട്ട് അതിനെ കോംപ്ലിക്കേറ്റ് ആവരുന്ന് പറയുന്നുണ്ട്. ബട്ട് ഇൻ ദ കോമൺ ഓർക്കൈറ്റീസ് ഫ്രം സപ്രസ്ഡ് ഗൊണോറിയൽ ഡിസ്ചാർജ് അക്കൗണ്ടൻ ഈസ് യൂസ്ലെസ്. അപ്പോൾ ഗൊണോറിയയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഓർക്കൈറ്റീസ് ഉണ്ടാകുന്നത്, പൊതുവായിട്ടുണ്ടാകുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ അക്കൗണ്ടൻ യൂസ്ലെസ് ആണ്. തണുപ്പടിച്ച് വല്ലാതെ വിറങ്ങലിച്ച് പോകുന്നൊരവസ്ഥയിലാണ് അക്കൗണ്ടൻ ഉപകരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടത്തിൻ്റെ ഓരോ ഭാഗം നമ്മൾ കാണുമ്പോഴും അക്കൗണ്ടത്തിൻ്റെ വിപുലമായ വൈവിധ്യമാർന്ന പ്രയോഗസാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതേപോലെ അക്കൗണ്ടിന് കൊടുക്കുമ്പോൾ എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസിനെ കുറിച്ചും കെൻഡ് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.